അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കഴിഞ്ഞ ഭാഗത്ത് സൃഷ്ടാവെന്നർത്ഥം വരുന്ന ഖാലിഖ്, അതേപോലെ തന്നെ ഖല്ലാഖ്, ഈ രണ്ട് നാമങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു സൃഷ്ടികളെ മുഴുവൻ നമ്മുടെ മുമ്പിൽ ഒരു ആയത്തായിട്ട് ദൃഷ്ടാന്തമായിട്ട് വെച്ചത് അതുവഴി ആ സൃഷ്ടാവിനെ അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. സൂറത്തു ത്വലാഖിൻ്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന, അള്ളാഹു വാനലോകത്തെയും ഭൂമിയെല്ലാം സംവിധാനിച്ചു. എന്തിന്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങളെ അറിയാൻ വേണ്ടി. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹനെ ആരാധിക്കാൻ, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെയും ജിന്നുകളെയെല്ലാം സൃഷ്ടിച്ചത്. ഒരാൾ അള്ളാഹനെ മാത്രം ആരാധിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ്റെ മുമ്പിൽ കീഴൊതുങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കൽപ്പനകളെ മറ്റെല്ലാത്തിനേക്കാൾ മുകളിൽ വെക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ അവൻ അള്ളാഹനെ സ്നേഹിക്കേണ്ടതുണ്ട്. ആ സ്നേഹിക്കുന്ന സമയത്ത് മാത്രമാണ്, ആ സ്നേഹമാണ് അതിൻ്റെ എല്ലാം ആത്മാവ്. അപ്പോൾ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അയാൾ അടുത്തറിയേണ്ടതുണ്ട്. അടുത്തറിയണമെങ്കിൽ അള്ളാഹിൻ്റെ നാമങ്ങൾ വഴി അവൻ അടുത്തറിയാൻ സാധിക്കുമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ആ സൃഷ്ടാവെന്നർത്ഥം വരുന്ന ഖാലിഖ് എന്നുള്ള ആ നാമത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തിൽ അള്ളാഹു അതിനോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റ് രണ്ട് നാമങ്ങൾ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ഈ രണ്ട് നാമങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വിശദീകരിച്ച അള്ളാഹിൻ്റെ അൽ ഖാലിഖ് എന്നുള്ള ആ ഒരു നാമത്തിൽ മൊത്തം സൃഷ്ടിപ്രക്രിയകൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് ജനറൽ ടേമാണ്, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ടേമാണ്. അതേസമയം ഇവിടെ ഖാലിഖിനോടൊപ്പം ചേർത്ത് പറഞ്ഞ മറ്റു രണ്ട് നാമങ്ങൾ അൽ ബാരി, അൽ മുസവ്വിർ, അത് രണ്ടും സ്പെസിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അള്ളാഹിൻ്റെ ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് സവിശേഷതകളാണ് കാണിച്ചു തരുന്നത്. ഇത് മൂന്നും ചേർത്ത് പറയുന്ന സമയത്ത് ആ സൃഷ്ടിപ്രക്രിയയുടെ ക്രമാനുഗതമായിട്ടുള്ള മൂന്ന് പടികൾ, ആ മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ വ്യത്യസ്തമായിട്ട് വിവരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന ഹുവല്ലാഹുൽ ഖാലിഖ്, ആ ഖലഖ എന്നുള്ളത് ആ തഖ്ദീറാണ്, അതായത് സൃഷ്ടിക്കാനുള്ള ആ പദ്ധതി, ആ പ്ലാന്, ആ ഉദ്ദേശത്തെ സംബന്ധിച്ചാണ്. ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞു, യാതൊരു മുൻമാതൃകയില്ലാതെ ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ സൃഷ്ടിക്കാനുള്ള ആ പ്ലാനിനെ സംബന്ധിച്ചാണ് അത് ആദ്യം. അതിനുശേഷം അൽ ബാരി എന്നുള്ളത് ആ പദ്ധതി, ആ പ്ലാനിൻ്റെ എക്സിക്യൂഷനാണ്, ആ പദ്ധതി നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് നിർമ്മിച്ച് അത് വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് അൽ മുസവ്വിർ, അതിന് വേണ്ട മനോഹരമായിട്ട് രൂപവും ആകൃതിയും വർണ്ണമെല്ലാം നൽകി അതിനെ ഫാഷൻ ചെയ്യുക, അതിനെ ഡിസൈൻ ചെയ്യുക, അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ഈ മൂന്ന് നാമങ്ങൾ ആ രൂപത്തിലാണ് അവിടെ കടന്നു വരുന്നത്. അപ്പം അത് വേറിട്ട് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പം അത് പരിശുദ്ധ ഖുർആനിലും അള്ളാഹു ചില സ്ഥലങ്ങളിൽ അത് വേറിട്ട് തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ അറാഫിൻ്റെ 11-ാമത്തെ വചനത്തിൽ വലഖദ് ഖലഖ്നാക്കും സുമ്മ സവ്വർനാക്കും, അള്ളാഹു ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ്, അതേപോലെ തന്നെ ആ സവ്വറ, അതായത് അതിൻ്റെ ആ ഒരു ഡിസൈനിങ്, അത് രണ്ടും അള്ളാഹു വേറിട്ട് പറയുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ സൂറത്തുൽ ഹദീദിൻ്റെ 22-ാമത്തെ വചനത്തിൽ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അള്ളാഹു പറയുന്നുണ്ട്. അതായത് നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും, അത് ഭൂമിയിലാകട്ടെ നിങ്ങളുടെ ദേഹത്തിലാകട്ടെ, എല്ലാം ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ നബ്റഅഹ എന്നുള്ള പദം, അത് ആ ഭാര്യ എന്നുള്ള പദത്തെ അതേ റൂട്ട് വേർഡാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ആദ്യം ആ പദ്ധതിയെ സംബന്ധിച്ച്, ആ പ്ലാനിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതെല്ലാം നേരത്തെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം അത് പ്രകാരം ആ പദ്ധതി നടപ്പിലാകുന്നതിനെ സംബന്ധിച്ചാണ് അൻ നബ്റഅഹ, സമാനമായിട്ടുള്ള അതേ റൂട്ടിൽ വരുന്ന ആ പദം ഉപയോഗിച്ച് അള്ളാഹു ആ ഒരു ആയത്തിൽ സൂചിപ്പിക്കുന്നത്. വീണ്ടും സമാനമായിട്ട് അതേ നാമം അതിൻ്റെ മറ്റൊരു ഫോമിൽ സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ വചനത്തിലും ഫതൂബു ഇലാ ബാരിഉക്കും, അള്ളാഹു അതേ പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും. അതേപോലെ തന്നെ അൽ ബാരി എന്നുള്ള ഒരു നാമം ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകം, ഏതൊരു കാര്യത്തെയും അതിൻ്റെ ആ പർപ്പസോടുകൂടെ, അതിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ അതിനെ നിർമ്മിക്കുക, സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ആ പെർഫെക്ഷനോടുകൂടെ. അപ്പം അതുകൊണ്ടാണ് ആ പദത്തിൻ്റെ, ഭാര്യ എന്നുള്ള പദത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ സമാനമായിട്ടുള്ള അർത്ഥത്തിൽ വന്നു ചേരുന്നത്. ഉദാഹരണത്തിന് ബറൈത്തുൽ ഖലം, അല്ലെങ്കിൽ ബറൈത്തു സഹം എന്നെല്ലാം പറയാറുണ്ട്. ആ പെൻസിൽ കൂർപ്പിക്കുക, അല്ലെങ്കിൽ അമ്പ് മൂർച്ച കൂട്ടുക, അപ്പം അതെല്ലാം ഒരാളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ പെൻസിൽ കൂർപ്പിക്കുന്ന ഉപകരണം, ആ ഷാർപ്പ്നർ, അതിനെ ബറായ എന്നാണ് വിളിക്കാറുള്ളത്.
അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി എന്നുള്ളത് മനുഷ്യരാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം സൂറത്തു തീനിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ മനുഷ്യനെ അത് വൃഥാ സൃഷ്ടിച്ചതല്ല, മറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തു മുഅ്മിനൂൻ്റെ 115 വചനത്തിൽ അഫ ഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചാന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തമായിട്ടുള്ള ആ പർപ്പസോടുകൂടെ സൃഷ്ടിച്ച ഉത്കൃഷ്ട സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനെ വിശേഷിപ്പിക്കാൻ സമാനമായിട്ട് റൂട്ടിൽ വരുന്ന പദം തന്നെ അള്ളാഹു ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. സൂറത്ത് ബയ്യനയുടെ 7 വചനത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഖൈറുൽ ബരിയ, അള്ളാഹു ആ ബരിയ എന്നുള്ള പദം അവിടെ കാണാൻ സാധിക്കും. ഒന്നും അലക്ഷ്യമായിട്ട് ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാത്തിൻ്റെ പിന്നിലും കൃത്യമായിട്ടൊരു ഉദ്ദേശം, ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് അതിൻ്റെ ലക്ഷ്യം, ആ ഉദ്ദേശം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കാലങ്ങൾ കഴിഞ്ഞിട്ടാവും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലല്ല. ഏതെങ്കിലും ഒരു നിർമ്മാതാവ് അയാൾ ബുദ്ധിയും അയാളുടെ സമയമെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം അയാൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിച്ച കാര്യത്തിന് ആയിക്കൊള്ളുന്നില്ല പിന്നീട് അത് ആളുകൾ ഉപയോഗിക്കുന്നത്. അത് തികച്ചും വിപരീത ദിശയിലല്ല അതിൻ്റെ ഉപയോഗം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു ഏതൊരു കാര്യത്തെയും അത് എത്ര ചെറുതാണെങ്കിലും കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഓരോന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ചില ഉപയോഗശൂന്യമായിട്ടുള്ള അവയവങ്ങളെന്നെല്ലാം പറഞ്ഞ് വെസ്റ്റീജിയൽ ഓർഗൻ, അത്തരത്തിലുള്ള 150ഓളം ഭാഗങ്ങളെ സംബന്ധിച്ചെല്ലാം മുൻകാലത്ത് അവർ പറയാറുണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോന്നിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി ഇപ്പോൾ അത് കേവലം വിരലെണ്ണാവുന്നത്ര മാത്രമായി എന്നുള്ളതാണ്. അപ്പോൾ ചിലത് ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു ഉപയോഗമെല്ലാം ക്ലിയറായിട്ട് വരിക. ഇപ്പോൾ മാതാവിൻ്റെ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ളൊരു ഷുഗർ സോളിഡ് അത് കുഞ്ഞിന് ഡൈജസ്റ്റബിൾ അല്ല, കുഞ്ഞിന് ദഹിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർത്തും ഉപയോഗശൂന്യമാണ്, യൂസ്ലെസ് ആണെന്ന് ഒരുപാട് കാലം നമ്മൾ കരുതി. പിന്നീട് അടുത്ത കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ കുഞ്ഞിൻ്റെ വയറ്റിലുള്ള ആ ബാക്ടീരിയകൾ, ആ മൈക്രോബയോം, അതിനുള്ള ഭക്ഷണമാണ്. അത് കിട്ടിയാൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ ആ പ്രതിരോധ ശേഷിയെല്ലാം ഡെവലപ്പാകൂ എന്നുള്ളത് പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും കൃത്യമായിട്ടൊരു ഉദ്ദേശത്തോടു കൂടെയാണ് എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ എക്ടൂത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്, ചില പക്ഷികൾ അല്ലെങ്കിൽ റെപ്റ്റൈലുകൾ, ഇഴജന്തുക്കളെല്ലാം അവർ ആ മുട്ടക്കുള്ളിലാകുന്ന വിരിയാനാകുന്ന സമയത്ത് അവരുടെ ആ ചുണ്ടിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പല്ല് രൂപപ്പെടും. ആ പല്ലിൻ്റെ ഒരൊറ്റ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആ മുട്ട പൊട്ടിച്ച് പുറത്ത് വരാനുള്ള പല്ലാണ്. അത് വെച്ച് അവർ ആ മുട്ട പൊട്ടിക്കും, പുറത്തേക്ക് വരും, പുറത്തേക്ക് വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും കൃത്യമായിട്ടൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അൽ ബാരി എന്നുള്ള ആ ഒരു നാമം അത് ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു ക്വാളിറ്റി, ഒരു കാര്യത്തെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, മറിച്ച് ഒന്ന് മറ്റേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വ്യതിരിക്തമായിട്ട് വേർതിരിക്കുന്ന രൂപത്തിൽ അതിനെ സൃഷ്ടിക്കുക, അതല്ലെങ്കിൽ മോചിപ്പിക്കുക, ശുദ്ധമാക്കുക എന്നുള്ള അർത്ഥത്തിലെല്ലാം അതേ പദം വന്നു ചേരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഭാഷയിൽ ഇപ്പോൾ ബറ അമിനൽ മറൽ, ഞാൻ രോഗമോചിതനായി എന്ന് പറയാറുണ്ട്. ആ രോഗവും അയാളും തമ്മിൽ ആ വ്യതിരിക്താവാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അതേ പ്രയോഗം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് വയുബരി ഉൽ അക്മഹവൽ അബറോസ്, കുഷ്ഠരോഗികളെയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെല്ലാം സുഖപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സമാനമായിട്ടുള്ള റൂട്ടിൽ വരുന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സൂറത്തുൽ അൻആമിൻ്റെ 19 വചനത്തിൽ ഇന്നി ബരീ ഉമ്മിമ്മാ തുശ്രിക്കൂൻ, അപ്പോൾ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ മുക്തനാണ്, അതീതനാണ്. ആ ഒരു വ്യതിരിക്തതയാണ് അവിടെയും കാണിച്ചു തരുന്നത്. അപ്പോൾ അത് സൃഷ്ടിപ്പായിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാം ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചത്, മറിച്ച് ഒന്ന് മറ്റേതിൽ നിന്നും തികച്ചും വ്യതിരിക്തമായിട്ട രൂപത്തിലാണ് ഓരോന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യരിലെ ഓരോ ആളുകൾക്കും അവർക്ക് വ്യതിരിക്തമായിട്ടുള്ളൊരു അസ്തിത്വം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിരലടയാളം മുതൽ ഓരോന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ അടുത്ത നാമത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന സമയത്ത് ഒന്നുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ, മൂന്നാമതായിട്ട് കടന്നു വരുന്ന നാമം അൽ മുസവ്വിർ എന്നുള്ള ആ ഒരു നാമമാണ്. അപ്പോൾ അൽ മുസവ്വിർ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ആകൃതിയും ഷെയ്പ്പെല്ലാം നൽകി അതിനെ ഡിസൈൻ ചെയ്യുക, അതിനെ രൂപപ്പെടുത്തുക. അപ്പോൾ തസ്വീർ എന്ന് വെച്ചാൽ ഭാഷയിൽ ചിത്രം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാൻ്റെ ആരംഭത്തിൽ ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അള്ളാഹു ആണ് ഗർഭപാത്രത്തിൽ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇപ്പോൾ സൂറത്ത് ഗാഫിറിൻ്റെ 64 വചനത്തിലും വസവ്വറക്കും ഫ അഹ്സന സുവറക്കും, അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. അവനെ ഏറ്റവും മികച്ച രൂപത്തിൽ ഞാൻ നിങ്ങളെ ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഫ അഹ്സന സുവറക്കും. അപ്പം അത് നേരത്തെ ബാരിൻ്റെ വിശദീകരണത്തിൽ ആ ഒരു പോയിൻ്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാം ഒന്ന് മറ്റേതിൽ നിന്നും തികച്ചും വ്യതിരിക്തമായിട്ടുള്ള രൂപത്തിലാണ് എല്ലാത്തിനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ
8 ബില്യൺ ജനങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത മുഖം, വ്യത്യസ്ത ശബ്ദം, വ്യത്യസ്ത വിരലടയാളം, വ്യത്യസ്ത പേഴ്സണാലിറ്റി, വ്യത്യസ്ത ഇമോഷണൽ മേക്കപ്പ്, എല്ലാം ഒന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ ആ 4ഉം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും. അത് കഴിഞ്ഞുപോയ കോടിക്കണക്കിന് ആളുകൾ, ഇനി ജനിക്കാനുള്ള കോടിക്കണക്കിന് ആളുകൾ, എല്ലാം ഒരാളിൽ നിന്നും മറ്റേ ആൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന സൂറത്തുൽ ഇൻസാൻ എന്നുള്ള അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്, കൂടിക്കലർന്ന ഒരു ബീജത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നുത്ഫത്തിൻ അംഷാജ് എന്നുള്ളത് ആ ജംഉ തക്സീർ, ആധിക്യത്തെയാണ് കാണിക്കുന്നത്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ളൊരു മിശ്രിതത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പോൾ അതെത്ര വലിയ അത്ഭുതമാണ്, ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആരോഗ്യമുള്ളൊരു പുരുഷൻ, അയാൾ ഒരു തവണ സ്രവിക്കുന്ന ആ ശുക്ലത്തിൽ സിംഗിൾ ഇജാക്കുലേഷൻ, അതിൽ 300 മില്യൺ സ്പേമുകൾ ബീജമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതിലൊന്ന് മാത്രമാണ് നമ്മൾ. മറ്റുള്ള മില്യൺ കണക്കിന് ഇതര സ്പേമുകൾ ആ റേസിൽ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് പിറകിലുള്ള ആ ബീജം മുമ്പിലെത്തിയിരുന്നെങ്കിൽ നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരാളായിരിക്കും അവിടെ ജനിച്ചു വീഴുക. നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രൂപവും മുഖമെല്ലാം ഉള്ള മറ്റൊരാളായിരിക്കും. അതായത് ആ ഡ്രോപ്പിനകത്ത് മില്യൺ കണക്കിന് സാധ്യതകൾ, പോസിബിലിറ്റീസാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 35 മില്യനാണ്. ആ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 8 ഇരട്ടിയാണ് ആ ഒരൊറ്റ ഡ്രോപ്പിനകത്തുള്ള സാധ്യതകൾ. സുബ്ഹാനല്ലാഹ്. ഓരോന്നിനും ഓരോരുത്തർക്കും തികച്ചും വ്യതിരിക്തമായിട്ടുള്ള രൂപത്തിൽ ആ രൂപവും സ്വഭാവമെല്ലാം അള്ളാഹു നൽകിയെന്നുള്ളതാണ് അൽ മുസവ്വിർ. ഈ ഒരു വൈവിധ്യം എന്നുള്ളത് അത് പുറമേക്ക് കാണുന്ന രൂപത്തിൽ മാത്രമല്ല, മറിച്ച് അയാളുടെ അകത്തുള്ള പേഴ്സണാലിറ്റി, സ്വഭാവ ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഒരാളും തികച്ചും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അയാളുടെ ചോയ്സുകൾ, അയാളുടെ ഭക്ഷണത്തിൽ, അതേപോലെ തന്നെ അയാളുടെ വിനോദം, പാഷന്, കഴിവുകൾ, അതെല്ലാം ഒന്ന് മറ്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില ആളുകൾ അങ്ങേയറ്റം സംസാരപ്രിയരായിരിക്കും, മറ്റുള്ള ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചില ആളുകൾ അങ്ങേയറ്റം ഏകാന്തപ്രിയരായിരിക്കും, അവർ കൂടുതലൊന്നും സോഷ്യലാകാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. മറ്റുള്ള ആളുകൾ അങ്ങേയറ്റം സോഷ്യലായിട്ടുള്ള ആളുകളാണ്. ചില ആളുകൾ ഒരു ടീമിനെ നയിക്കാൻ ലീഡിങ് കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കും, മറ്റേ ആളുകൾ നല്ല ഫോളോവേഴ്സ് ആയിരിക്കും. ചില ആളുകൾ അങ്ങേയറ്റം ക്ഷമ ഉള്ള ആളുകളാണ്, മറ്റുള്ള ആളുകൾ എടുത്തുചാട്ടക്കാരാണ്. അതേ രൂപത്തിൽ ഓരോ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഇന്നർ ട്രേറ്റുകൾ എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ട് രൂപത്തിലാണ് ഓരോ ആളുകൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അൽ മുസവ്വിർ എന്നുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു വൈവിധ്യം, അതല്ലെങ്കിൽ ആ ഡിസൈൻ, ആ ഫാഷനിങ്, അതെല്ലാ സൃഷ്ടികളുടെ ഉടനീളം കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇത് വളരെ വിലപിടിപ്പുള്ള രത്നോ വജ്രോ മരതകോ എന്നല്ല, മറിച്ച് നമ്മൾ നിസ്സാരമായിട്ട് ചവിട്ടി നടക്കുന്ന നിലത്തുള്ള മണൽത്തരികളുടെ മൈക്രോസ്കോപ്പിക് ഇമേജാണ്. അതായത് മണൽത്തരികൾ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ കാണുന്ന ചിത്രമാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലുള്ള ഓരോ മണൽത്തരികൾക്കും വ്യത്യസ്ത ആകൃതിയും ഘടനയും നിറവും ഉണ്ട് എന്നുള്ളതാണ്. ഒരു മണൽത്തരിയെ പോലെ മറ്റൊന്നില്ല, നമ്മുടെ വിരലടയാളം പോലെ. ആ രൂപത്തിലാണ് അവർ പറയുന്നത്. ഓരോ മണൽത്തരികൾക്കും ഒരു കഥ പറയാനുണ്ടാകും. അത് എവിടെ നിന്നോ വന്നതാണ്, മറ്റെങ്ങോട്ടോ പോകാനുള്ളതാണ്. സ്നാപ്ഷോട്ട് ഇൻ ടൈം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ആളുകളും ഒരല്പം മുമ്പ് കേട്ട ഒരു അത്ഭുത വാർത്തയെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകും. സൗത്ത് അമേരിക്കയിലുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ആമസോൺ മഴക്കാടിലേക്ക് എത്തുന്ന മണൽത്തരികൾ അങ്ങ് ആഫ്രിക്കയിലുള്ള സഹാറ മരുഭൂമിയിൽ നിന്നും കാറ്റ് വഴി എത്തുന്നതാണെന്നുള്ളതാണ്. അതായത് ഭൂഖണ്ഡങ്ങളും വിശാലമായിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രമെല്ലാം കടന്ന് 8000 കിലോമീറ്റർ സഞ്ചരിച്ച് ആ സഹാറ മരുഭൂമിയിൽ നിന്നും മണലുകൾ ആമസോൺ മഴക്കാടിലേക്ക് എത്തുകയാണ്. അതായത് ഓരോ മണൽത്തരിക്കും അവരുടെ നിറവും ഘടനയും മാത്രമല്ല, മറിച്ച് വലിയൊരു ചരിത്രവും പറയാനുണ്ട്. ഓരോന്നിൻ്റെയും ആ വൈവിധ്യമാണ് അവിടെയെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഭൂമിയിലുള്ള മണൽത്തരികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോന്നിലും സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അൽ മുസവ്വിർ എന്നുള്ള ആ ഒരു ക്വാളിറ്റി, അതിൻ്റെ ആ രൂപവും ഘടനയും അതിലുള്ള ആ വൈവിധ്യം ഓരോ സൃഷ്ടികളിലും കാണാൻ സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ഹിമപരലുകൾ, സ്നോഫ്ലേക്സുകളുടെ ചിത്രമാണ്. നേരത്തെ വെള്ളവും വെളിപാടും എന്നുള്ളൊരു പ്രഭാഷണത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഘടനകളാണ് ഓരോ ഹിമപരലുകൾക്കുള്ളത്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒന്നിനെപ്പോലെ മറ്റൊന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വിരലടയാളം പോലെ തന്നെ. അപ്പോൾ അവരതിൻ്റെ കണക്ക് രേഖപ്പെടുത്തുന്നത് ഒരു വർഷം ഭൂമിയിലേക്ക് വീഴുന്ന സ്നോഫ്ലേക്സുകളുടെ എണ്ണം ഒരു സെപ്റ്റില്യനാണ്. അതായത് ട്രില്യൺ, ഒന്നിന് ശേഷം 24 പൂജ്യട്ടൊരു സംഖ്യയാണ്. അത്രയും വൈവിധ്യത്തിലുള്ള സ്ട്രക്ചറുകൾ, ഡിസൈനുകളാണ് അവിടെ പെയ്തു വീഴുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിൽ ഒരേപോലെയുള്ള 2 ഘടനകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു വർഷത്തെ കാര്യം മാത്രമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ആ ഭൂമിയുടെ ഉപരിതലത്തിൽ വീണ ഹിമപരലുകളെല്ലാം ഒന്ന് മറ്റൊന്നിന് വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയെല്ലാം അൽ മുസവ്വിർ, ആകൃതി അല്ലെങ്കിൽ ആ ഷെയ്പ്പ് നൽകുന്ന, അല്ലെങ്കിൽ
ആ വൈവിധ്യത്തെ കുറിക്കുന്ന ആ ഒരു നാമത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ 100 പേജുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഞാൻ നൽകിയിട്ട് അതിലെല്ലാം ഓരോ പേജിലും ഓരോ സ്ട്രക്ചറുകൾ, ഓരോ ഘടന വരക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അത് ആവർത്തിക്കാനും പാടില്ല, അതേപോലെ തന്നെ മുമ്പ് വരച്ചത് നോക്കാനും പാടില്ല. ആ രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ 100 പേജ് തരാണെങ്കിൽ ഒരു 10 പേജ് നിങ്ങൾ വരച്ച് കഴിയുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾ ബാക്കോട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പല വിധത്തിലുള്ള ആവർത്തനങ്ങൾ അതിൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ, ഓരോന്നിനെയും സൃഷ്ടിച്ച് അതിന് വൈവിധ്യമാർന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ഘടനകൾ നൽകുന്നവൻ. അപ്പോൾ നമുക്ക് ചുറ്റിലുള്ള ആ പ്രകൃതി മൊത്തം ഇത്തരത്തിലുള്ള വർണ്ണങ്ങളുടെ അല്ലെങ്കിൽ ആകൃതികളുടെ പാറ്റേണുകളുടെ എല്ലാം ഒരു കലവറയാണ്. ഇപ്പോൾ ഫിബൊനാച്ചി സീക്വൻസിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര അത്ഭുതമാണ്. ഇപ്പോൾ ഒരേ വെള്ളവും വെളിച്ചവും മണ്ണും ഉപയോഗിക്കുന്ന സസ്യങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഗന്ധ, വർണ്ണ, രുചി വൈവിധ്യങ്ങൾ എത്രയേറെയാണ്. ലോകത്ത് 7500 ഇനം വെറൈറ്റി ആപ്പിളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 10,000-ത്തിലധികം വെറൈറ്റി മുന്തിരികളും. ഈ ഒരു വൈവിധ്യമാണ് സസ്യലോകത്ത് നമ്മൾ കാണുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയുന്നുണ്ട്, സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ഫലവർഗ്ഗങ്ങൾ അതിന് അല്ലാഹു സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പോൾ അതിലൊന്നും യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. അതെല്ലാം യാദൃച്ഛികതയാണ്. അപ്പോൾ ഒരു പണ്ഡിതൻ ചോദിച്ച കാര്യം ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന മരത്തിൻ്റെ ടേബിൾ അവിടെ ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അവിടെ നിന്നൊരു ആപ്പിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം അത്ഭുതം കൂറും, അതൊരു മാജിക്കായിട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ നിങ്ങളെല്ലാം വാഴ്ത്തും. അതേസമയം നിങ്ങൾ പുറത്തിറങ്ങി ഒരു മരത്തിൽ ആപ്പിൾ കായ്ക്കുന്നത് കാണുന്ന സമയത്ത് അതിലൊരു അത്ഭുതം തോന്നുന്നില്ല, അവിടെ സൃഷ്ടാവിൻ്റെ കഴിവിനെ വാഴ്ത്താൻ തോന്നുന്നില്ല. അത് കേവല യാദൃച്ഛികതയായിട്ട് മാത്രം വിലയിരുത്തുകയാണ്. സസ്യലോകത്തും അതേപോലെ തന്നെ മനുഷ്യേതരായിട്ടുള്ള ആ ജന്തുലോകത്തേക്കും നമ്മൾ നോക്കുന്ന സമയത്ത് 87 ലക്ഷം ജീവിവർഗങ്ങൾ, സ്പീഷീസുകൾ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എത്രയോ ഉണ്ട് കണ്ടെത്താൻ എന്നുള്ളതാണ്. ഒരു ജീവിവർഗത്തിനിടയിൽ തന്നെ എത്രത്തോളം നിരവധി ഡിസൈനുകൾ, പാറ്റേണുകൾ, വർണ്ണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ സിബഗത്ത് അല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബഗ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ആണ് വർണ്ണങ്ങൾ നൽകുന്നത്, അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകാൻ ആരുണ്ടെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഒരൊറ്റ സ്പീഷീസ്, ഒരൊറ്റ ജീവിവർഗത്തിനകത്ത് തന്നെയുള്ള വൈവിധ്യങ്ങൾ എത്രയാണ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ വണ്ടുകളെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്, ബീറ്റിൽസ്, അത് 4 ലക്ഷം ടൈപ്പ് ഓഫ് വണ്ടുകൾ ഭൂമിയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. എത്ര അത്ഭുതമാണ്, എത്ര വൈവിധ്യമാർന്ന ഡിസൈനുകളും നിറങ്ങളാണ് ഈ ഒരൊറ്റ ജീവിക്കകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഭൂമിയിൽ സമുദ്രങ്ങളിലുള്ള ജൈവ വൈവിധ്യം എത്രയാണ്. 90% ആ ഭൂമിയിലുള്ള വൈൽഡ് ലൈഫ് സമുദ്രത്തിലാണുള്ളത്. അതിൽ ആഴക്കടലിലുള്ള ജീവികളെല്ലാം നമ്മുടെ ഭാവനകൾക്ക് അതീതമായിട്ടുള്ള ഷേപ്പും അതേപോലെ തന്നെ രൂപവും ഘടനയാണ് അതിനുള്ളത്. നേരത്തെ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രഭാഷണം നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭൂമിയിലുടനീളം കാണുന്ന ഇത്തരത്തിലുള്ള ആ രൂപങ്ങളും ആകൃതികളും വർണ്ണങ്ങളെല്ലാം അതെല്ലാം അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ, ഫാഷൻ ചെയ്യുന്നവൻ, ആ ഒരു അള്ളാഹിൻ്റെ ആ നാമത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തികച്ചും പരിചിതമായിട്ടുള്ളൊരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു കളർ മാത്രമേ നമ്മുടെ ഭാവനയിൽ വരെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ എലിയൻസ്, അന്യഗ്രഹ ജീവികളെ എല്ലാം അവർ ചിത്രീകരിക്കുന്ന സമയത്ത് അവരുണ്ടാക്കുന്ന രൂപങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എവിടെയെങ്കിലും മുമ്പ് കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു ഇമേജിനെ അത്തരത്തിലുള്ള ഇമേജുകളെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമേജായിരിക്കും അതിലവർ ചിത്രീകരിക്കുക. അതായത് ചുരുക്കത്തിൽ അള്ളാഹു ഇവിടെ ഉണ്ടാക്കാത്തൊരു രൂപത്തെയോ നിറത്തെയോ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ള വർണ്ണ അല്ലെങ്കിൽ രൂപവൈവിധ്യമാണ് അള്ളാഹു പ്രപഞ്ചത്തിലുടനീളം സൃഷ്ടിച്ചിട്ടുള്ളത്. അതെല്ലാം അൽ മുസവ്വിർ എന്നുള്ള ആ ഒരു നാമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അള്ളാഹു അവൻ്റെ ആ വിശിഷ്ട നാമങ്ങളിലൂടെ അവനെ അടുത്തറിയാനും അവനെ കൂടുതൽ സ്നേഹിക്കാനും അവനിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന ബിനൂരി മഅരിഫതിക് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.